വെൽക്കം ടു മൂവി ബ്രാൻഡ്. 2000-കളിൽ മലയാളത്തിന്റെ ജനപ്രിയ നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം താരം നിറഞ്ഞു നിന്ന കാലമായിരുന്നു. പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2004-ൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം 18 വയസ്സ് മാത്രമായിരുന്നു. കരിയറിലെ മീരയുടെ 5ാമത്തെ ചിത്രം കൂടിയായിരുന്നു പാഠം 1 ഒരു വിലാപം. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത്. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വർഷങ്ങളായി മുംബൈയിലായിരുന്നു. ഇപ്പോഴത്തെ മീര ജാസ്മിന്റെ പിതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് ദിലീപ്. കൊച്ചിയിലെ മീരയുടെ വീട്ടിലാണ് ദിലീപ് നേരിട്ടെത്തി നടിയുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നത്. ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സിനിമാ മേഖലയിൽ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മീര ജാസ്മിൻ. പലപ്പോഴും ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മീര പറഞ്ഞിട്ടുമുണ്ട്. സിനിമയിൽ അധികം സൗഹൃദം ഇല്ലെന്നും എന്നാൽ എല്ലാ കാലത്തും ദിലീപേട്ടൻ നല്ല സുഹൃത്താണെന്നും നടി പറഞ്ഞിരുന്നു. വ്യാഴാഴ്ചയാണ് മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത്. 83 വയസ്സായിരുന്നു. ഭാര്യ എടത്വ കടമ്മാട്ട് ഏലിയാമ്മ ജോസഫ്. മീര ജാസ്മിനെ കൂടാതെ 4 മക്കളാണ് ജോസഫ് ഫിലിപ്പിന്. ഏറ്റവും ഇളയ മകളാണ് മീര. മറ്റു മക്കൾ ജോമോൻ, ജെനി സൂസൻ, സാറ റോബിൻ, ജോർജി ജോസഫ്. ശനിയാഴ്ച 2 മണിക്ക് എറണാകുളം കടവന്ത്രയിലുള്ള വികാസ് നഗറിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഞായറാഴ്ച 4 മണിക്ക് പത്തനംതിട്ട ഇലന്തൂർ മാർത്തോമ വലിയപള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. 2015-ന് ശേഷം സിനിമയിൽ അത്ര സജീവമല്ലായിരുന്നു മീര. 2016-ൽ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിന് ശേഷം 2018-ൽ പൂമരത്തിലെ അതിഥി വേഷത്തിലൂടെയാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. 2022-ൽ മകൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രധാന വേഷത്തിലേക്ക് മടങ്ങിയെത്തി. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിൽ ടൈറ്റിൽ റോളിലും എത്തിയിരുന്നു. അടുത്തിടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്ത താരത്തെ നിരവധി പേരാണ് പിന്തുടരുന്നത്. വലിയ മോഡേൺ വേഷത്തിലാണ് മീര പിന്നീട് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇതേക്കുറിച്ച് താരം അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു. തന്റെ പഴയ സിനിമകൾ കണ്ട പ്രേക്ഷകരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. എപ്പോഴും സാരിയും ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുന്ന ആളായിട്ടാണ് ആളുകൾക്ക് എന്നെ പരിചയമുള്ളത്. അതല്ലാതെ മറ്റൊരു ഭാഗം ആരും കണ്ടിട്ടില്ല. എനിക്കൊരു മറ്റൊരു ജീവിതം കൂടെയുണ്ട്. അത് ആളുകളെ കാണിക്കണം. എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം ചിത്രങ്ങളെന്നും മീര പറയുന്നു. ജീവിതത്തിന്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇൻസ്റ്റഗ്രാമിലെ ലുക്ക്. പിന്നെ നമ്മളെല്ലാവരും മാറ്റത്തിനനുസരിച്ച് പരിണമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. 10 വർഷം മുൻപത്തെ ആളെ പോലെ എനിക്ക് ഇപ്പോഴും ഇരിക്കാൻ സാധിക്കില്ലല്ലോ എന്നും മീര ജാസ്മിൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ രഹസ്യവും മീര ജാസ്മിൻ പങ്കുവച്ചു. മനസ്സിന്റെയാണ് എല്ലാം. ഞാൻ വയസ്സാവുന്നു, എനിക്ക് വയ്യാതെയാകുന്നു എന്നൊക്കെ മനസ്സ് പറഞ്ഞാലാണ് കുഴപ്പം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അച്ചുവിൻ്റെ അമ്മ ചെയ്തപ്പോഴുള്ള മനസ്സാണ്. എനിക്ക് കുട്ടിത്തം വിട്ടു പോകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. മൈൻഡാണ് എനർജി. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയി എന്നും നടി പറഞ്ഞിരുന്നു.